ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. അപ്പോൾ രാവിലെ തന്നെ ഷോപ്പിൽ പോകാൻ ഇറങ്ങുകയാണ്. ഷോപ്പിൽ മാത്രമല്ല, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇന്ന് സാധിക്കാനുണ്ട് കേട്ടോ. അതിൻ്റേതായ ഓരോ ആവശ്യങ്ങൾക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇറങ്ങി വന്ന് പാർലറിൽ കയറി പിരിയൊക്കെ ത്രെഡ് ചെയ്ത് പിന്നെ നേരെ പോകുന്നത് ഷോറൂമിലോട്ടാണ്, TVSൻ്റെ കേട്ടോ. അപ്പോൾ എൻ്റെ സ്കൂട്ടി ഒന്ന് കംപ്ലൈൻറ്റ് ആയിട്ടുണ്ടായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് വെച്ച് വണ്ടി നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ ഞാൻ ഷോറൂമിലെല്ലാം കൊടുത്ത് ബില്ലൊക്കെ സെറ്റ് ചെയ്ത് അപ്പോൾ അവർ പറഞ്ഞു 1 മന്ത് കഴിഞ്ഞ് തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പറ്റത്തില്ല, എനിക്ക് 3 ഡേയ്സിനുള്ളിൽ കിട്ടണമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാം ചെയ്തതിന് ശേഷം എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് സൗത്ത് ഇന്ത്യൻ ബാങ്ക് വരെ ഒന്ന് പോകണമായിരുന്നു. നാട്ടിൽ വരെ പോകേണ്ട കേസാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ കൊണ്ടുപോയി ഒതുക്കി തീർത്തു. നമ്മുടെ ഇവിടെ നിന്ന് ഒരു 1 hours ബ്ലോക്ക് ആണെങ്കിൽ ഒരു 1 hours അല്ലെങ്കിൽ ഒരു 30 minutes ട്രാവൽ ചെയ്യണം. താമ്പരം വരെ പോകണം സൗത്ത് ഇന്ത്യൻ ബാങ്ക്, അല്ലെങ്കിൽ നമ്മൾ നാട്ടിൽ പോകേണ്ട അവസ്ഥയാണ് കേട്ടോ. അങ്ങനെ പോയി എല്ലാം പറഞ്ഞ് റെഡിയാക്കി എടുത്തു. അപ്പോൾ നാട്ടിൽ പോകേണ്ടി വന്നില്ല, ഇവിടെ വെച്ച് തന്നെ എല്ലാം ശരിയാക്കി എടുത്തിട്ടുണ്ട്. ഏഷ്യയിലെ ഏറ്റവും നമ്പർ 1 ബസ് സ്റ്റാൻഡ് ചെന്നൈയിൽ കേളമ്പക്കത്താണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കേട്ടോ. അപ്പോൾ ഇതിന് ചിലവ് വന്നിട്ടുള്ളത് 400 കോടിയാണ്. അതിനകത്ത് തന്നെ എസ്കലേറ്റർ, അതേപോലെ തന്നെ ലിഫ്റ്റ്, പിന്നെ ചെറിയ ഹോസ്പിറ്റൽ, അങ്ങനെ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള ചെറിയ ചെറിയ റൂമുകളെല്ലാം ഉണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ ഷോപ്പിൽ വന്നു. അപ്പോൾ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ബ്രെഡ് ഓംലേറ്റും ഷേക്കും കുടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ ഡ്യൂട്ടി എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മുടെ ഓൺ റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ഇവിടെ സൊമാറ്റോ, സ്വിഗ്ഗി ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ഓൺലൈനിലാണ് ഇതൊക്കെ വരാറുള്ളത്. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിൽ സെറ്റ് ചെയ്യുകയും എടുക്കുകയും ചെയ്യുകയും അക്സെപ്റ്റ് ചെയ്യുകയും അതേപോലെ തന്നെ ഫുഡൊക്കെ റെഡി ആകുമ്പോൾ നമ്മൾ റെഡി കൊടുക്കുക. ഇതൊക്കെയാണ് എൻ്റെ ജോലി അവിടെ. പിന്നെ കണക്കും കാര്യങ്ങളൊക്കെ എഴുതും കൗണ്ടറിലിരുന്ന്. പിന്നെ പേയ്മെൻറ്റ് മേടിക്കും. പിന്നെ അതുപോലെ തന്നെ ഫുഡ് കഴിച്ചതിൻ്റെ പേയ്മെൻറ്റ്, ബില്ല് പേ ചെയ്യുന്നത്, അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളാണ്. നമ്മുടെ ഓൺ ഷോപ്പ് തന്നെയാണ് കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് ഞാൻ പിന്നെ രാത്രിയായി വീട്ടിൽ പോകാൻ. അപ്പോൾ എൻ്റെ കൂടെ മോനും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടുന്ന് ഈഗിളിൽ നിന്ന് ഒരു മൊബൈൽ വാങ്ങിച്ചത് കാരണം ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു ഗ്രൈൻഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ മോനപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരു സ്പീക്കർ കൂടെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവന് ഒരു സ്പീക്കർ, വീട്ടിൽ ആംപ്ലിഫയർ ഒക്കെ ഉണ്ട്, പക്ഷേ എന്നാലും അത് ഭയങ്കര സൗണ്ടാണ്. അപ്പോൾ ചെറിയ സൗണ്ടിൻ്റെ സ്പീക്കർ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ സ്പീക്കർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഗ്രൈൻഡർ കാണിച്ചു തരാം കേട്ടോ. ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് ഗ്രൈൻഡർ. സ്പീക്കറും വാങ്ങിച്ച് ഞാനും അവരുടെ വീട്ടിലോട്ട് പോവുകയാണ്. അങ്ങനെ പോയിട്ട് ഞങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് ഗ്രൈൻഡർ എങ്ങനെയുണ്ട്, നല്ലതാണോ കൊള്ളാമോ. മൊബൈൽ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഇത് അവിടുന്ന് അവരുടെ എന്താ പറയുന്നത്, ഒരു ഗിഫ്റ്റായിട്ട് തരുന്നതാണ് കേട്ടോ. പിന്നെ അതിനുശേഷം മോൻ തന്നെ അരിയും ഉഴുന്നും വെള്ളത്തിലിട്ടാണ്. ഉഴുന്ന് വെള്ളത്തിലിട്ടപ്പം നിറച്ചും വെള്ളം ഒഴിക്കാതെ കുറച്ച് ഒഴിച്ച് വെച്ചിരുന്നു. ഞാനത് കണ്ടില്ല, മോനിട്ട് വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ അവൻ തന്നെ അരി ഉഴുന്നും വെള്ളത്തിലിട്ടിട്ട് അവൻ തന്നെ എനിക്ക് അരച്ച് തരാൻ, ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞ് അവൻ തന്നെ എനിക്ക് അരച്ച് തരികയാണ് കേട്ടോ. അങ്ങനെ അവൻ തന്നെ എല്ലാം ചെയ്യുകയാണ്. അപ്പം അവന് വീഡിയോ എടുക്കുന്ന പക്ഷെ നാണക്കേടാണ്. ജസ്റ്റ് ഞാൻ എന്നാലും ബാക്കിൽ നിന്ന് പതുക്കെ വീഡിയോ എടുക്കുകയാണ് കേട്ടോ. അവനങ്ങനെ വീഡിയോയുടെ മുമ്പിൽ വരുന്നതൊന്നും അവന് ഇഷ്ടമല്ല. അങ്ങനെ നന്നായിട്ട് പേസ്റ്റാക്കി അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പോയി നോക്കിയപ്പോൾ ജൂലി കിടന്ന് ഉറങ്ങുന്നത് എവിടെയാണെന്നറിയോ? അമ്മുവിൻ്റെ ടെക്സ്റ്റിൻ്റെ മുകളിലാണ് കിടന്ന് ഉറങ്ങുന്നത്. അതിന് കുട വേണം, അല്ലെങ്കിൽ അക്കുവിൻ്റെ ടെക്സ്റ്റ് വേണം, അതിലൊക്കെയാണ് ഉറങ്ങുന്നത് കേട്ടോ. അതിനുശേഷം ഒരു കാര്യം കൂടെ കാണിച്ചു തരാം. ചേട്ടനും അനിയനും കൂടെ ചെയ്യുന്ന കലാപരിപാടികൾ കണ്ടോ. അനിയൻ്റെ ഹെയർ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ഷോപ്പിൽ പോയി കട്ട് ചെയ്തെന്ന് പറഞ്ഞപ്പം അത് വേണ്ട, അവൻ കട്ട് ചെയ്ത് പഠിക്കട്ടെന്ന് പറഞ്ഞിട്ട് അവൻ ഹെയർ കട്ട് ചെയ്യുകയാണ് കേട്ടോ. ചിരിച്ച് ഞാൻ ചത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഞാനൊരു ബുൾസ തിന്നണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ബുൾസ തിന്നാൻ കൊതിയും വരുന്നുണ്ട്, പക്ഷേ എനിക്ക് ഉണ്ടാക്കാൻ മടിയാണെന്ന് പറഞ്ഞ് ഞാൻ കട്ടിലിൽ പോയി കിടന്നു കേട്ടോ. ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഭയങ്കര ടയേർഡായപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കിടക്കാൻ പോകാണെന്ന് പറഞ്ഞ് കിടന്നു. അപ്പോൾ അങ്ങനെ എൻ്റെ ഇളയ മോൻ പറഞ്ഞു ഉമ്മി ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് അവൻ ഉണ്ടാക്കുകയാണ് കേട്ടോ. അന്നേരം അമ്മുമോള് വീഡിയോ എടുത്ത് എന്നെ കാണിക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ ഓർത്ത് ആ വീഡിയോ നിങ്ങളുടെ മുന്നിലൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറന്നു പോകരുത് കേട്ടോ. ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി നമുക്ക് നെക്സ്റ്റ് കാണുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.